നമസ്കാരം. പൂർണ്ണമായും നീതി ലഭിക്കാതെ പോയി എന്ന് ജനപക്ഷം മുഴുവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അതിജീവിതയുടെ കൂടെ എന്തുകൊണ്ടാണ് ജനം മുഴുവൻ അല്ലെങ്കിൽ ഭൂരിപക്ഷം മുഴുവൻ പണത്തിൻ്റെ ആ വലിയ മഞ്ഞളിപ്പിന് മുന്നിൽ കഞ്ഞു മഞ്ഞളിക്കാത്ത എല്ലാ മനുഷ്യരും നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, കോടതി മുറികളിൽ ഗൂഢാലോചന തെളിയിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ വളരെ വിരളമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ദിരാഗാന്ധി വധക്കേസിൽ പോലും അവിടെ ഗൂഢാലോചന നടത്തിയവരെ ശിക്ഷിക്കുവാനായിട്ട് സുപ്രീം കോടതി വെറുതെ വിട്ടത് ഗൂഢാലോചന എന്നുള്ളത് ഒരു സംഭവം, ഒരു കൃത്യം നടന്നു കഴിഞ്ഞാൽ ചെയ്തവരെ ആരെങ്കിലും പറയിപ്പിച്ചിട്ടാണെങ്കിലും ചെയ്തവരെ തെളിവുകൾ സഹിതം കണ്ടുപിടിക്കുവാനായിട്ട് എളുപ്പമാണ്. പക്ഷേ ഇവിടെ കുറ്റം ചെയ്യിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചവർ, കുറ്റത്തിന് വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തിയവർ, അതിനുവേണ്ടി കൊട്ടേഷൻ കൊടുത്തവർ, ഇത് തെളിയിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പോൾ ഇവിടെ പൊതുജനത്തിന് മുന്നിലുള്ള വലിയൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണ് എങ്കിൽ ഇവിടെ എങ്ങനെ സത്യം പുലരും? അവിടെയാണ് പൊതുമനസാക്ഷി, ജനമനസാക്ഷി. നമ്മളിപ്പോൾ ആ ജഡ്ജ്മെൻറ്റ് വായിക്കുവാനായിട്ട് കാത്തിരിക്കുകയാണ്, അടുത്ത ദിവസം ജഡ്ജ്മെൻറ്റ്. അതിൽ എങ്ങനെയാണ് ഗോപാലകൃഷ്ണൻ രക്ഷപ്പെട്ടത് എന്ന് നമുക്കറിയുവാനായിട്ട് വലിയ താല്പര്യമുണ്ട്. ഈ ഗോപാലകൃഷ്ണൻ രക്ഷപ്പെട്ടത് എങ്ങനെയാണ്, ഏതൊക്കെ കാരണങ്ങളാലാണ് എന്നുള്ളത് അറിയുവാനുള്ള താല്പര്യമുണ്ട്. മേൽക്കോടതികളിൽ പോയി ഇനിയും ഒത്തിരിയേറെ തരത്തിലുള്ള വിചാരണകൾ നേരിടേണ്ടി വരും. അവിടെയാണെങ്കിലും സംശയത്തിൻ്റെ വലിയൊരു ആനുകൂല്യം പ്രതിക്ക് എപ്പോഴും ലഭിക്കും. ഗൂഢാലോചന എന്നുള്ളത് രണ്ടുപേർ തമ്മിൽ നടന്നിട്ടുള്ള ഒരു സംസാരവും ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രത്യക്ഷത്തിൽ അത് തെളിയിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പക്ഷേ ഇവിടെ ഭീതിപ്പെടുത്തുന്ന ഒരു സംഭവം, ഇവിടെ അതിജീവിത സന്തോഷവതിയാണോ അല്ലയോ എന്നുള്ളത് മാത്രമല്ല, ഇവിടെ അതിജീവിത അനുഭവിച്ചിട്ടുള്ള ആ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു പീഡനം, മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ആ ഒരു പീഡനം, ആ പീഡനം നടത്തിയ പ്രതികൾ അവരുടെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കാമക്കൂത്തുകൾ, അത് തരത്തിലുള്ള ഒരു ഇച്ഛ സാക്ഷാത്കരിക്കാനാണെങ്കിൽ എന്തുകൊണ്ട് അവർ നടത്തിയതിന് അവർ തെളിവുകൾ ഉണ്ടാക്കി വെച്ചു? കാരണം അത് നടത്തി എന്നുള്ളത് കൃത്യമായി വേറെ ആരോ കാണിക്കുവാനാണ് എങ്കിൽ അത് ആരെ കാണിക്കുവാനാണ്? ആ ഒരു ചോദ്യം ഇന്ന് നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിലുണ്ട്. ആരെ കാണിക്കുവാനായിട്ടാണ് അവർ തെളിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ എടുത്തു വെച്ചു, അത് ഒരു കൂട്ടമായിട്ട് ചെയ്തു വെച്ചു. ഈ പോയിക്കൊണ്ടിരുന്ന SUV വാഹനത്തെ പിന്തുടർന്നുകൊണ്ട് പുറകിലൊരു വേറൊരു വാൻ ഉണ്ടായിരുന്നു. ആ വാനിലേക്ക് മാറ്റുവാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇനി ഈ അതിജീവിതം സഹകരിച്ചില്ല എങ്കിൽ വേറൊരു മുറിയിൽ കൊണ്ടുപോയിട്ട് ബലാത്സംഗം ചെയ്യുവാനും ബലാത്കാരം ചെയ്യുവാനുമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് തെളിഞ്ഞതാണ്. അപ്പോൾ ഇത് വെറുതെ കാമക്കൂത്തിൻ്റെ പേരിൽ ചെയ്തതല്ല, മറിച്ച് ഇതൊരു ഗൂഢാലോചനയുടെ പേരിൽ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതികൾ ഇവിടെ തങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ തെളിവുകൾ അവർ തന്നെ ശേഖരിച്ചത്. അത് അവർക്ക് തന്നെ കുരുക്കാകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടും അതിലും മീതെ പറക്കുന്ന പണത്തിൽ അവർ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ ഗോപാലകൃഷ്ണൻ ശിക്ഷിക്കപ്പെടാതെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴും, മീശ പിരിക്കുമ്പോഴും മഞ്ജു വാര്യരെയും ബാക്കിയുള്ളവരെയും ചൂണ്ടിക്കൊണ്ട് നിങ്ങളാണ് ഇത് തുടക്കമിട്ടത്, ഇത് അന്വേഷിച്ച് എല്ലാവരെയും ക്രൂസിലേറ്റും, ഇത് അന്വേഷിച്ച് എല്ലാ ഗവൺമെൻറ്റുകളെയും എല്ലാ പോലീസിനെയും എല്ലാ പ്രോസിക്യൂട്ടേഴ്സിനെയും എല്ലാവരെയും ഇവിടെ ശിക്ഷയ്ക്ക് വിധിക്കുവാനായിട്ട് ഞാനിനി ഇറങ്ങിത്തിരിക്കുകയാണ്, ഇനി എൻ്റെ കളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനത്തെ വെല്ലുവിളിക്കുമ്പോൾ, ഇവിടെ പൊതുജനബോധം ആരുടെ കൂടെയാണ്? പൊതുജനബോധം, എൻ്റെ ബോധം എപ്പോഴും അതിജീവിതരുടെ കൂടെയാണ്. കാരണം കോടതി മുറികളിൽ സമർപ്പിക്കപ്പെട്ട ആ മെമ്മറി കാർഡിലെ ആ വീഡിയോ ദൃശ്യങ്ങൾ അനധികൃതമായി കണ്ടു എന്നുള്ള ആ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമല്ല, അത് വേറൊരു സ്ഥലത്തേക്ക് കോപ്പി ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഹാഷ് വാല്യൂ മാറുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വീണ്ടും കാണുവാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണുവാൻ കൊടുക്കുവാനായിട്ട് ഇത് കോപ്പി ചെയ്തു. അപ്പം എത്ര പേരുടെ കൈകളിൽ ഉത്തരവാദിത്തപ്പെട്ട മേഖലയിൽ ഇരിക്കുന്ന ആളുകൾ ഇത് ദുരുപയോഗം ചെയ്തു. പിന്നെ 2 പ്രോസിക്യൂട്ടർമാർ മാറി. എന്തുകൊണ്ട്? പണത്തിൻ്റെ മഞ്ഞളിപ്പോരായിട്ട് അവർ മാറിയതല്ല, ഞങ്ങളുടെ വാദങ്ങൾ കോടതി അംഗീകരിക്കുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് അവർ മാറി. 3ാമത്തെ പ്രോസിക്യൂട്ടറും എന്തൊക്കെയോ
തരത്തിലുള്ള വേദന ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അവർ ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് പോയത്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളെല്ലാം ഏറി നിൽക്കെ ഇവിടെ നമുക്ക് അതിജീവിതരുടെ കൂടെ തന്നെയാണ്. അപ്പോൾ അവനോടൊപ്പം അവളോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഉയർത്തിക്കാട്ടുകയും അവളെ ചവിട്ടിത്തേക്കുകയും ചെയ്യുന്ന മേലാളന്മാരോടും അഭിനയ കുലപതികളോടും കേരള ജനതയ്ക്ക് പറയാനുള്ളതൊന്നു മാത്രമാണ്, അവളോടൊപ്പം മാത്രമാണ്. കാരണം യാതൊരു മുൻ വൈരാഗ്യവുമില്ലാതെ ഒരു തരത്തിലുള്ള കാര്യങ്ങളുമില്ലാതെ ഈ ഒരു പാവപ്പെട്ട സ്ത്രീയെ, ഒരു നടിയെ ഇങ്ങനെ ആക്ഷേപിക്കുവാൻ, ഇത്ര തരത്തിലുള്ള വേദന കൊടുക്കുവാൻ, അവളുടെ മോതിരം ഉയർത്തി കാണിച്ചുകൊണ്ട് അതുപോലെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുഖത്ത് പുഞ്ചിരി വരുത്തിക്കൊണ്ട് ഈ കിരാതമായ പ്രവൃത്തിയിൽ ഏർപ്പെടണമെന്ന് ഈ പറഞ്ഞ കാപാലികന്മാർ ഈ സ്ത്രീയോട് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഇവിടെ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് നേരെ, അവരുടെ ബഹുമതിക്ക് നേരെ, അവരുടെ സ്വാഭിമാനത്തിന് നേരെ വരുന്ന ഓരോ വിരലുകളും, നീണ്ടുന്ന ഓരോ വിരലുകളും നമ്മുടെ അമ്മമാരുടെയും നമ്മുടെ പെങ്ങന്മാരുടെയും നേരെ ഉയരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് കുറേ ചാനലുകൾക്കുള്ളൊരു കണ്ടൻറ്റ് മാത്രമല്ല, മറിച്ച് ഇത് പൊതുജനങ്ങളുടെ ഒരു വികാരമാണ്. ആ വികാരത്തിൻ്റെ കൂടെ ധാരാളം പേർ നിൽക്കുന്നുണ്ട് എന്നുള്ളത് പരമാർത്ഥമായിട്ടുള്ള നല്ല ഒരു കാര്യമാണ്. ഈ ഒരു സത്യം വീണ്ടും വീണ്ടും പുറത്തേക്ക് വരട്ടെ. അങ്ങനെ സത്യം എപ്പോഴും ജയിക്കട്ടെ. ജനങ്ങളുടെ മനസ്സിൽ സത്യം ജയിക്കട്ടെ. അല്ല, മറിച്ച് സത്യം 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 അത് ജയിക്കും. സത്യത്തിൻ്റെ പുലരി വിടരും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം. ആ പ്രതീക്ഷയെ നമുക്ക് മുറുകെ പിടിക്കാം. സത്യമേവ ജയതേ.